ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോബഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ് കുക്കിയുടെ സെക്കൻഡ് എപ്പിസോഡാണ് ചാനലിൽ കാണാൻ പോകുന്നത്. ഫോട്ടോ ചേച്ചിക്ക് അയച്ചു കൊടുക്കാനായി ഹായോണിനെ കൊണ്ട് നിർബന്ധിച്ച് അവളോടൊപ്പം നിർത്തി ഫോട്ടോ എടുപ്പിക്കും. ആ ഫോട്ടോ കാണുന്ന സിയങ് ആകട്ടെ വളരെ ഹാപ്പി ആകുന്നുണ്ട്. ഇവിടെ വർക്കേഴ്സ് എല്ലാവരും ടീം ലീഡറിന് എന്തായിരിക്കും പറ്റിയത് എന്ന ഡിസ്കഷനിലാണ്. യൂറിൻ പാസ് ചെയ്തിട്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ അയാൾക്ക് എങ്ങനെയാണ് പറ്റിയത്? ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്തതിൽ ഒരു കുഴപ്പവുമില്ലെന്നാണ് കേൾക്കുന്നത്. ഇതെല്ലാം തൊട്ടടുത്തിരുന്ന് കേൾക്കുന്ന സിയങ് ഒന്നും കേൾക്കാത്തതുപോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇവിടെ മിനിയങ്, നീ എനിക്ക് വെറുതെ ചെയ്ത് തരണ്ട, എന്റെ ബോയ് ഫ്രണ്ടായി അഭിനയിക്കുന്നതിന് കാശ് തരാമെന്ന് പറയുന്നതും തൊട്ടടുത്തിരിക്കുന്ന പയ്യൻ ഞാനായോ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനാകട്ടെ ആ സ്കൂളിലെ ഏറ്റവും വലിയ പണക്കാരനും സ്കൂൾ ചെയർമാന്റെ കൊച്ചുമകനുമാണ്. എന്റെ കയ്യിലെ കാശ് കിട്ടിയിട്ട് വേണമോ നിനക്ക് ജീവിക്കാനെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഹായോണിന് പഠിക്കാനുള്ള ഫീ അടയ്ക്കുന്നതെല്ലാം ഈ ചെയർമാന്റെ കൊച്ചുമകനാണ്. വേറെ എവിടെന്നെങ്കിലും അവന് കാശ് കിട്ടിയാൽ ഹായൂണിനി താൻ പറയുന്നത് കേട്ടില്ലെങ്കിലോ എന്ന പേടിയുണ്ട് അവന്. അവന്റെ കയ്യിൽ നിർബന്ധിച്ച് ക്യാഷ് വെച്ച് കൊടുക്കുന്ന ടൈമാണ് മിസ് അങ്ങോട്ടേക്ക് വന്ന് സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ലേറ്റായി വന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുമെന്ന് മിസ് പറയുന്നതും അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ കൂടുതൽ കാശ് തരാമെന്ന് അവളും പറയുന്നുണ്ട്. ഈ ടൈം തൊട്ടടുത്തായി ആ പോലീസുകാരൻ ആ പെൺകുട്ടിയുടെ മരണത്തെ പറ്റി അവിടെയുള്ളവരോട് എൻക്വയറി ചെയ്യുന്നത് കാണാം. അയാൾ ഇടയ്ക്കിടയ്ക്ക് മിന്യങ്ങിനെയും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ചേച്ചിയെ ഫോൺ വിളിച്ച് തന്നെ പറ്റി പൊക്കി പറയാനായി അവൾ മിസ്സിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പുറത്തിറങ്ങുന്ന ടൈം ചെൻ വന്ന് എൻട്രൻസ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി കൂട്ടിക്കൊണ്ടുപോകും. ഇവരെല്ലാവരും പഠിക്കുന്നത് എസ് ക്ലാസ്സിലാണ്. എസ് ക്ലാസ്സിൽ മുഴുവനും ടോപ്പേഴ്സ് ആണ് പഠിക്കുന്നത്. ഇപ്പോൾ തന്നെ മരിച്ചുപോയ സൂജിങ്ങിന് പകരമായി പുതിയതായി എ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടി വരുന്നുണ്ട്. ഇവളുടെ പേര് സോഹി എന്നാണ്. എനിക്ക് ഈ ക്ലാസ്സിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നതും ചെയർമാന്റെ കൊച്ചുമകൻ അവൾ പോയത് കാരണം ഇവിടെ എല്ലാവരുടെയും പൊസിഷൻ ഒരു പടി ഉയർന്നിട്ടുണ്ട്. അതിന്റെ ഗുണം ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇവർ രണ്ടുപേരുമല്ലേ ആ കേസിലെ വിറ്റ്നസ്. ഇവരെയും സംശയിക്കണം എന്ന് ചെയർമാന്റെ കൊച്ചുമകൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇവന്റെ പേരാണ് ഷിൻ. ഫ്രീ ടൈം ആകുന്നതും ആന്റിയെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അന്ന് വീട്ടിലെത്തുന്ന ടൈം നിന്റെ ബോയ് ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മാച്ച് ആണ്, ഒരു ദിവസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനായി പറയും. ആദ്യം ഞാൻ വാങ്ങി തന്ന ഡ്രസ് ഇട്ട് ചേച്ചി ഒരു ഡേറ്റിങ്ങിന് പോകാൻ പറയുന്ന ടൈമാണ് ആ ഡ്രസ് എല്ലാം മറിച്ചു വിറ്റ് വില കുറഞ്ഞ കുറച്ച് ഡ്രസ്സ് വാങ്ങിയതായി അവൾ കാണുന്നത്. ഞാൻ പറയുന്നത് ഒരിക്കലെങ്കിലും ചേച്ചിക്ക് കേട്ടൂടെ, എന്തിനാണ് എന്നോട് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിറങ്ങിപ്പോകും. കുറച്ചു കഴിഞ്ഞ് ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ട് പേഴ്സ് എടുക്കാൻ മറന്ന് മിന്യങ് വന്നതാണെന്ന് കരുതുന്നുണ്ട്. പക്ഷേ പാസ്വേഡ് കുറെ വട്ടവും തെറ്റായി അടിക്കുന്നത് കണ്ട് ഡൗട്ട് തോന്നി പോയി ഡോറ് തുറക്കുന്നതും അത് ആ ടീം ലീഡറാണ്. ഡോറ് പെട്ടെന്ന് പിടിച്ചടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ കാല് വെച്ച് തടഞ്ഞ് അകത്തേക്ക് കയറും. അയാളാകട്ടെ എനിക്ക് ആ കുക്കി ഇനിയും വേണം, അത് എവിടെ നിന്നാണ് കിട്ടിയത്, നീയാണോ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വയ്ക്കും. അത് അനിയത്തിയുടെ ബോയ് ഫ്രണ്ട് കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവിടെ മുഴുവനും കിടന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ മിന്യങ് സാധനം വാങ്ങി കാശ് കൊടുക്കാൻ നേരമാണ് പേഴ്സ് എടുക്കാത്ത കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങോട്ടേക്ക് വരുന്ന ഹായൂൺ കാശ് കൊടുക്കുന്നുണ്ട്. നീ ഫ്രീ ആണോ, നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താലോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്റ്റൽ ശരിയായിരുന്നെങ്കിൽ എന്ന് അവൾ പറയുന്നത് കേട്ട് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതിന്റെ കാരണം തിരക്കുന്നുണ്ടവൻ. ഇത്രയും ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവർക്കും ഞങ്ങളോട് ഒരു പാവം പിടിച്ച നോട്ടമാണ്. എനിക്കത് താല്പര്യമില്ല എന്ന് പറയും. ഇതെല്ലാം കേട്ട് ശരിക്കും നീ ഒരു പാവമാണെന്ന് ഹായൂൺ പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഇവിടെ വട്ടുപിടിച്ച് ടീം ലീഡർ മിന്യുങ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സിയങ് അവൾ വിളിക്കാതെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ മെസ്സേജ് കാണേണ്ട താമസം അവളാകട്ടെ ഉടനെ ചേച്ചിയെ വിളിക്കും. ടീം ലീഡർ അവിടെ മുഴുവനും കുക്കി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കണ്ണ് വെട്ടിച്ച് കോൾ എടുക്കുന്നതും അയാൾ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയില്ലെങ്കിൽ ചേച്ചിയെ കൊന്നു കളയുമെന്ന് പറയും. അത് കേൾക്കുന്ന മിന്യങ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. തൊട്ടുപുറകെ ഹായൂണും. ടീം ലീഡർ സിയങ്ങിന്റെ കൈ കെട്ടിയിട്ട് കുക്കി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിലെ ഇൻഗ്രീഡിയൻസ് എങ്കിലും പറഞ്ഞു തരാൻ പറ ബോയ് ഫ്രണ്ടിനോട്.
അത് കഴിച്ചതും മഴവില്ലും ചുറ്റും കുറെ ലേഡീസിനെയും ഞാൻ കണ്ടു. എനിക്ക് അത് ഇനിയും വേണം. തൽക്കാലം അവർ വരുന്നത് വരെ നീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലും. ആ സെയിം ടൈം ഡോറ് തുറന്നു വരുന്ന സൗണ്ട് കേൾക്കാം. അവൾ അകത്തേക്ക് എത്തുന്നതും കൈയും കാലും കെട്ടിവെച്ച നിലയിൽ സിയങ്ങിനെ കാണും. തൊട്ടുപുറകിൽ നിന്ന് ടീം ലീഡറും ആ കുക്കി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കുക്കി എടുത്ത് കാണിച്ച് ആ കുക്കി തരണമെങ്കിൽ കൈയുടെ കെട്ടഴിച്ചു വിടാൻ പറയുന്നുണ്ട്. പക്ഷേ അയാളുടെ ശ്രദ്ധ മുഴുവനും അപ്പോഴും ആ കുക്കിയിലാണ്. ഇങ്ങോട്ടേക്ക് കയറി വരുന്നതിന് തൊട്ട് മുൻപ് മിൻയങ് താഴെ ഹായൂണിനെ പുറത്തു നിർത്തിയിട്ടുണ്ട്. പോലീസിനെ വിളിക്കണം, യാതൊരു കാരണവശാലും അകത്തേക്ക് വരരുത്, നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് അവൻ ചോദിക്കുന്നതും ഈ മുഖത്തെ പാട് കിട്ടിയ സിറ്റുവേഷന്റെ അത്രയും ഒന്നും ഇത് വരില്ല എന്ന് പറയും. അവനാകട്ടെ അവൾ പറഞ്ഞത് കേൾക്കാതെ അകത്തേക്ക് കയറി വരും. ഈ സൗണ്ട് കേട്ട ടീം ലീഡർ വയലന്റ് ആകുകയും മിന്യണിനെ ആക്രമിക്കുകയും ചെയ്യും. അങ്ങനെ ആ കുക്കി നേരെ പോയി വീഴുന്നത് ഹായൂണിന്റെ മുന്നിലാണ്. അവനെ ആക്രമിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ടൈം അയാൾ ആ കുക്കിയും എടുത്ത് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ഞാൻ പറഞ്ഞത് കേൾക്കാതെ എന്തിനാണ് അകത്തേക്ക് വന്നതെന്ന് മിൻയങ് ഹായൂണിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ആ ടൈം വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അയാളെ പോലീസുകാർ പിടികൂടുന്നുണ്ട്. പക്ഷേ അപ്പോഴും അയാൾ ആ കുക്കി കഴിക്കാനുള്ള ആവേശത്തിലാണ്. ആ പോലീസുകാരൻ ആ കുക്കി എടുത്ത് നോക്കുന്നുണ്ട്. ആക്ച്വലി അത് ആ ഹൈ കുക്കിയല്ല, അതുപോലത്തെ ഒരു സാധാ കുക്കിയാണ്. അതുകൊണ്ട് തന്നെ അത് പോലീസിന്റെ കയ്യിൽ കിട്ടി എന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ കണ്ണാടി നോക്കുന്ന മിൻയങ്ങിന് മുഖത്തെ ആ മുറിവിൽ നിന്നും ബ്ലഡ് വരുന്നതായി തോന്നും. പിന്നീട് ആ മുറിപ്പാട് ഉണ്ടായ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അവളുടെ അച്ഛൻ പുറത്തുനിന്ന് ഡോറ് തുറക്കാനായി ബഹളം വയ്ക്കുന്ന ടൈം ഹെൽപ്പിന് വേണ്ടി പോലീസിനെ വിളിക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആകും. ഡോറ് തുറന്നു വരുന്ന അച്ഛൻ അവളെ പിടിച്ചു വലിച്ച് ഒരു ഗ്ലാസിന്റെ കഷ്ണം വെച്ച് ഭീഷണിപ്പെടുത്തി സിയങ്ങിനോട് പുറത്തേക്ക് വരാനായി ആവശ്യപ്പെടുന്നുണ്ട്. പുറത്ത് വന്നില്ലെങ്കിൽ നിന്റെ അനിയത്തിയെ കൊല്ലുമെന്ന് പറയുന്നുണ്ടെങ്കിലും ചേച്ചി പുറത്തിറങ്ങരുത്, തന്നെ ഇരുന്നാ മതി, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയും. നീ കാരണമാണ് നിന്റെ അനിയത്തി മരിക്കാൻ പോകുന്നത്, നിനക്ക് അതിന്റെ കുറ്റബോധം ഉണ്ടാകും എന്നൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ അച്ഛൻ. അങ്ങനെ ഡോറ് തുറന്ന് ഇറങ്ങി വരുന്നുണ്ടെങ്കിലും അച്ഛൻ അബ്യൂസ് ചെയ്യുമെന്ന് പേടിച്ച് അവൾ വാതിലടച്ചു കളയും. അങ്ങനെ ഈ ഇൻസിഡന്റ് എല്ലാം ഓർത്ത് ടെൻഷനാകുന്ന അവൾ ആ കുക്കി എടുത്ത് കഴിക്കുന്നതും അവൾക്ക് അവളുടെ മുഖത്തെ മുറിപ്പാടെല്ലാം ഡിസപ്പിയർ ആകുന്നത് പോലെ തോന്നുന്നുണ്ട്. കണ്ണിലെ കൃഷ്ണമണിക്ക് മഴവില്ലിന്റെ നിറം വരുന്നുണ്ട്. ഒരു വല്ലാതെ ചിരിച്ച് ബോധം കെട്ട് വീഴുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡാകുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.